ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫറൻ മെത്രാപ്പൊലീത്ത തിരുമേനി, വന്യ വൈദികരെ, ഇന്ന് ഷമ്മാസ് സ്ഥാനത്ത് നിന്ന് കശീശ സ്ഥാനത്തേക്ക് പ്രവേശിക്കപ്പെടുന്ന ജെറിൻ കെ മാത്യു ഷമ്മാസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. ഈ സന്ദർഭം വളരെ സന്തോഷത്തോടെ കാണുകയാണ്. പ്രത്യേകിച്ച് തേക്കുതോട് ഇടവകയിൽ നിന്ന് ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഒരാൾ കശീശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ അഭിമാനവും സന്തോഷവും. ഈ പ്രത്യേക സമയത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. 30 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങി പോന്നു. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, നിൻ്റെ വചനം എത്ര ശ്രേഷ്ഠമാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. ജീവിത യാത്രക്കാർക്ക് ബലവും ദർശനവും നൽകിയ ദൈവ വചനം വ്യാഖ്യാനിക്കണം. അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന നിൻ്റെ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമാണല്ലോ ഇന്ന്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു നിയോഗ ശുശ്രൂഷയാണ്. ഈ സന്ദർഭത്തിൽ അനേകരെ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ട് ഈയൊരു ധന്യമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിച്ച അനേകരുണ്ട്. ഗുരുക്കന്മാർ, മാതാപിതാക്കൾ, കാലഘട്ടത്തിൽ ഈ ഇടവകയിൽ ശുശ്രൂഷിച്ച പട്ടക്കാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, അയൽക്കാർ, ഒരു വിശ്വാസ സമൂഹം, അവരുടെയൊക്കെ പ്രാർത്ഥനയാണ്, കൈത്താങ്ങലാണ് ഈ സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ ഇടയായി. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ കത്തി എരിയുന്ന ദൈവികതയും യെശയ്യാവിന് ദേവാലയത്തിൽ വെച്ച് ലഭിച്ച ഉൾവിളിയും ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പൗലോസിന് ലഭിച്ച ദൈവ സാന്നിധ്യവും ജീവിത ദൗത്യത്തിന് പ്രചോദനമായതുപോലെ ഷമ്മാശന്മാരുടെ ഗണത്തിൽ നിന്നും കശിശന്മാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രിയപ്പെട്ട ജെറിൻ ഷമ്മാശൻ, ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. വളരെ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വൈദിക ശുശ്രൂഷ, ഇതിൻ്റെ പവിത്രതയും പരിശുദ്ധിയും കാത്ത് സൂക്ഷിക്കുവാൻ പ്രിയപ്പെട്ട ഷമ്മാസിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആമുഖ വാക്കുകളിൽ പ്രിയപ്പെട്ട അരുണച്ചൻ വൈദികരെ കുറിച്ച്, കശീശയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. ആരാണ് ഒരു കശീശ? ടു ഷെപ്പേർഡ് ഗോഡ്സ് ഫ്ലോക്ക് ആൻഡ് റെൻഡർ സാക്രിഫിഷ്യൽ സർവീസ് അക്കോർഡിംഗ് ടു ദി വിൽ ഓഫ് ഗോഡ്, ടു ഡു ദ മിനിസ്ട്രി ഓഫ് ദി വേർഡ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് സാക്രമെന്റ്സ്. പുരോഹിതൻ, ദൈവ വചനത്തിൻ്റെ വ്യാഖ്യാതാവ്, കൂദാശകളുടെ അനുഷ്ഠാനകൻ. ഈ വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വചനത്തിൻ്റെ വ്യാഖ്യാനം, കൂദാശകളുടെ അനുഷ്ഠാനം.
മാത്രമല്ല ദൈവത്തിൻ്റെ ജനം, അവരുടെ പരിപാലനം, ഈ ഒരു പരിപാലന ശുശ്രൂഷയിൽ ഒരുപാട് വിമർശനങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാകും. എന്നാൽ സഹന വഴിയിലൂടെ വിളിച്ചവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി യാത്ര ചെയ്യുക, അതുമാത്രമാണ് നമുക്ക് ആശ്രയിക്കുവാനുള്ളത്. ജോൺ പോൾ മാർപ്പാപ്പ പൗരോഹിത്യത്തെ സംബന്ധിച്ചും പുരോഹിത വൃത്തിയെ സംബന്ധിച്ചും ഓർപ്പിക്കുന്നു. Priest is not just a manager, but who stays to closer to the marginalized and to be shepherding the sheep, living with the smell of sheep. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആടിൻ്റെ മണമുള്ള ഇടയൻ. ഈ ഇടയൻ ദൈവജനത്തോട് ഒപ്പം സഞ്ചരിക്കുന്നു. ദൈവജനത്തിൻ്റെ പരിപാലകൻ മാത്രമല്ല, ഉപേക്ഷിക്കപ്പെട്ട തള്ളപ്പെട്ട ആളുകളുടെ ഒരു രക്ഷകനാണ് എന്ന് ഓർപ്പിക്കുന്നു. Priest is not a functionary, but he is essentially a missionary commissioned by God. ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫങ്ഷണറി എന്ന് അല്ല, പിന്നെയോ ഒരു മിഷണറി ആണ് എന്ന് ഓർപ്പിക്കുന്നു. ഒരു സുവിശേഷകൻ. അതാണ് ഒരു പ്രീസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കശീശയെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കാര്യപരിപാടികളുടെ നടത്തിപ്പുകാരൻ മാത്രമല്ല, സുവിശേഷകനും പ്രസംഗിക്കുന്നവനും ദൈവജനത്തെ നേർവഴിയിൽ നടത്തുന്നവനും ആകുന്നു. പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഒരു അധികാരിയുടെ സ്ഥാനമല്ല, മറിച്ച് ഒരു ശുശ്രൂഷകന്റെ സ്ഥാനമാണ്. മുമ്പേ നടക്കുന്നവൻ, ദൈവത്തിൽ നിരുപാധികമായി ആശ്രയിച്ച് സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരം പ്രവൃത്തിയിലും സാക്ഷ്യത്തിലും സാധ്യമാക്കുന്ന ഒരാളാണ് പുരോഹിതൻ. മാത്രമല്ല, ദൈവ കൃപയുടെ വിതരണക്കാരനാണ് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്. മെരുക്കുന്നവനല്ല, പിന്നെയോ ഒരുക്കുന്നവനാണ് പുരോഹിതൻ. മെരുക്കുന്നവനല്ല, ഒരുക്കുന്നവനാണ് പുരോഹിതൻ. വായിച്ച വേദഭാഗം യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം നടക്കുന്ന ഒരു യാത്രാ വിവരണമാണ്. പോസ്റ്റ് റിസറക്ഷൻ നറേറ്റീവ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഉയർപ്പിന് ശേഷം നടക്കുന്ന സംഭാഷണം. എ ജേർണി ഫ്രം ജെറുസലേം ടു എമ്മൗസ്. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്കുള്ള യാത്ര. നമുക്കറിയാം, യെരുശലേമിനെ സംബന്ധിച്ച് സമാധാനത്തിൻ്റെ ഇടമാണ്. ആ സമാധാനത്തിൻ്റെ ഇടത്തു നിന്ന് ഈ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നത് നിരന്തരം പോരാട്ടമുള്ള ഒരിടത്തേക്കാണ്. സമാധാനത്തിൻ്റെ ഇടത്തിൽ നിന്നും പൊള്ളുന്ന ഇടത്തേക്കുള്ള യാത്ര എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. മരണവും അടിമത്തവും ഇഴ ചേർന്ന മിസ്രൈമിൻ്റെയും മരുഭൂമിയുടെയും കടന്നുപോക്കൽ ഈ യാത്രയിൽ ഒരു അനുസ്മരണം എന്ന നിലയിൽ പറയുവാൻ സാധിക്കും. ആ യാത്രയിൽ മോശയ്ക്കും കൂട്ടാളികൾക്കും ലഭിച്ച ദൈവ സാന്നിധ്യം പോലെ തന്നെ എമ്മൗസിലേക്കുള്ള ഈ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ട് എന്ന് നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിൻ്റെ അനിഷിദ്ധ്യമായ ഒരു അനുഭവമാണ് വിശുദ്ധ ലൂക്കോസ് ഈ നറേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു യാത്രാവിവരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. വചനമാം ദൈവം, ഇൻകാർണേറ്റഡ് ഗോഡ്, ലോക യാത്രയുടെ കഠിനതരമായ അനുഭവങ്ങൾ കൂടെയുണ്ട്. കഠിനമായ യാത്രയിൽ ദൈവത്തിൻ്റെ വചനം, മനുഷ്യരുടെ ഇടയിലേക്ക് ജന്മമെടുത്ത ദൈവ വചനം കൂടെയുണ്ട് എന്ന് കാണാൻ കഴിയും. ആ വചനം സംശയത്തിൽ പ്രത്യാശ നൽകുന്നതാണ്. അധൈര്യം ഉള്ളപ്പോൾ ധൈര്യം നൽകുന്നത് ആകും. ഈ വേദഭാഗം പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നിരാശപ്പെട്ട ശിഷ്യന്മാർക്ക്, പല തർക്കങ്ങളും വാദങ്ങളുമായി മുന്നോട്ട് പോകുന്ന ശിഷ്യന്മാർക്ക് ദൈവ സാന്നിധ്യം നൽകുന്നു. ഇവിടെ വായിക്കുന്നത് പ്രത്യക്ഷതയിൽ മാത്രമല്ല, അപ്രത്യക്ഷതയിലും ആത്മീയതയുടെ അമൂർത്തമായ
ഒരു സാന്നിധ്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒരുപക്ഷെങ്കിൽ എരുശലേമിൽ നിന്ന് എമ്മൗസിലേക്കുള്ള യാത്ര ഉയർപ്പിന്റെ സാക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ യാത്രയെക്കുറിച്ച് വേദഭാഗം ഇപ്രകാരം പ്രതിപാദിക്കുന്നു: ഡിസപ്പോയിന്റഡ് ജേർണി, വ്യക്തതയില്ലാത്ത ഒരു യാത്ര. ശിഷ്യന്മാർ അവരുടെ യാത്ര വ്യക്തതയില്ലാത്ത ഒരു യാത്രയാണ്. അവർക്ക് ബാഹ്യമായ ആശങ്കകൾ ഒരുപാടുണ്ട്. അതാണ് അവർ തമ്മിൽ തർക്കിക്കുന്നത്. എ ജേർണി ഓഫ് ഡൗട്ടിങ് ആൻഡ് ഡിബേറ്റിംഗ്, അതാണ് ഈ യാത്രയിൽ കാണാൻ കഴിയുന്നത്. എ ജേർണി ഓഫ് ഡിസ്പ്ലേസ്ഡ് വൊക്കേഷൻ. ഈ ശിഷ്യന്മാർക്ക് യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ദർശനമുണ്ടായിരുന്നു, ഒരു ദൗത്യ ദർശനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ യാത്രയിൽ ഡിസ്പ്ലേസ്ഡ് വൊക്കേഷൻ, അവരുടെ ദർശനങ്ങൾക്ക് മാറ്റം സംഭവിച്ച ഒരു യാത്ര. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ നിരാശ, സങ്കടം, സംഘർഷം ഇത് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അവരുടെ തർക്ക വിഷയം എന്തെന്ന് ചോദിച്ചാൽ, തലേ ദിവസം സ്ത്രീകൾ കണ്ട ഒഴിഞ്ഞ കല്ലറ, ആ വാർത്തയെക്കുറിച്ചുള്ള സംശയം അവരുടെ മനസ്സിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് കാണാൻ കഴിയും. ആ ഒരു സങ്കീർണതയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു അപരിചിതനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അപരിചിതൻ കൂടെ നടക്കുന്ന ഒരാളല്ല പിന്നെയോ ദൈവത്തിൻ്റെ വചനം അത് ഓരോന്നോരോന്നായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അപരിചിതന്റെ വചനവ്യാഖ്യാനം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപകടകരമായ ഓർമ്മപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം. ഡേഞ്ചറസ് റിമൈൻഡേഴ്സ്. അതിൽ പ്രത്യേകം പറയുന്നത് മോസസ് ആൻഡ് പ്രോഫറ്റ്സ്, പ്രവാചകന്മാരും മോശയും സഞ്ചരിച്ച യാത്രാ വഴികളെക്കുറിച്ചുള്ള വിവരണം ഈ അപരിചിതൻ ഈ ശിഷ്യന്മാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ആ ഒരു യാത്രയിലൂടെ ഈ മോശയുടെയും പ്രവാചകന്മാരുടെയും വിവരണത്തിലൂടെ പറയുന്നത്, ഏത് തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഈ അപരിചിതൻ അവരോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഈ അപരിചിതൻ അവരോട് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, യേശു കർത്താവ് മരിച്ചതും കർത്താവ് കഷ്ടം അനുഭവിച്ചതുമൊക്കെ കഠിനമായ വഴിയിൽ നൊമ്പരങ്ങളുടെ ഉള്ളിൽ പിടയുന്നവർക്ക് ബോധ്യവും ലക്ഷ്യവും കാണിച്ചു കൊടുക്കുന്നതാണ് ദൈവവചനം എന്ന് ഈ അപരിചിതൻ അവരോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവത്തിൻ്റെ വചനം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കാളലുണ്ടായി, അവരുടെ ഹൃദയം ഞെരിഞ്ഞമർന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. ജീവിത അനുഭവങ്ങളെ ദൈവവചനത്തോട് ചേർത്ത് പിടിക്കുന്ന വ്യാഖ്യാനം മനുഷ്യന്റെ ഉള്ള് കാളുന്നത് ആകും. പലപ്പോഴും ഇന്ന് നമ്മുടെയൊക്കെ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് സെർമൺസ് ആണ്. എവിടെ അടിച്ചാലും അന്നത്തേക്കുള്ള പ്രസംഗ വിഷയം ലഭിക്കും. അത് നമ്മൾ പറയും, പങ്കുവയ്ക്കും. എന്നാൽ അങ്ങനെയുള്ള വചനത്തിന് മനുഷ്യന്റെ ഉള്ള് തൊടുവാൻ കഴിയില്ല എന്ന് യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അനിശ്ചിതത്വ മറ പോലെ അസഹ്യപ്പെടുത്തുന്ന ഭക്തന്റെ ജീവിതത്തെ ചില്ലുപോലെ തെളിമയാക്കുന്നത്, വ്യക്തമായ മാർഗവും ലക്ഷ്യവും മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ഹൃദയത്തെ തൊടണം, അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കണം എന്ന് യേശു കർത്താവ്, ഉദ്ധിതനായ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവരോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരാജയ ഭീതിയിൽ നിന്നും വിജയ വഴിയിലേക്ക്, നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം ഒരു കശീശ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. സഹന അനുഭവത്തിലൂടെ വചന അനുഭവം, ഇതാണ് ഇവിടെ കാണുന്നത്. യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഹന വഴിയിലൂടെ യാത്ര ചെയ്ത് വചനം പങ്കുവയ്ക്കുകയാണ്. ആ വചനമാണ് അവരുടെ ഉള്ളിനെ കത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും വചനം വായിക്കുന്നത്, കേൾക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വഴി തേടിയാണ്. പല ആളുകളും വചനം വായിക്കുന്നുണ്ട്, ആ വചനത്തിൽ എവിടെ അനുഗ്രഹമുണ്ട് എന്ന്
കണ്ട് അതിൻ്റെ അടിയിൽ ചുമന്ന മഷി കൊണ്ട് അല്ലെങ്കിൽ പച്ച മഷി കൊണ്ട് വരയ്ക്കുന്നവരാണ്. എന്നാൽ അതല്ല ദൈവവചനത്തിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എഴുതണം, നമ്മുടെ ഉള്ളിനെ കത്തിക്കണം എന്നാണ് യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് നൽകുന്ന സന്ദേശം. ഞാൻ പറയട്ടെ, ഈ വചനമാണ് തുടർ യാത്രയ്ക്ക് അവർക്കൊരു പ്രേരണയായിട്ട് മാറിയത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ വചനത്തെ ഗൗരവമായി കാണുക. ദൈവ ശുശ്രൂഷകരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ് ദൈവവചനത്തെ ഗൗരവമായി കാണുകയും ദൈവവചനത്തെ സംഗതമായി മനുഷ്യൻ്റെ നൊമ്പരങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഇടത്താണ് ദൈവവചനത്തിന് പ്രസക്തി ഉണ്ടാകുന്ന, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ശക്തി ഉണ്ടാകുന്നത് എന്ന് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഗ്രിഗറി ഓഫ് നൈസിയാനസ് അദ്ദേഹം പറയുന്നത്, പാസ്റ്ററൽ വർക്ക് ഈസ് ലാംഗ്വേജ് വർക്ക് ഇന്റർപ്രറ്റിംഗ് ദ വേൾഡ് ഇൻ ഹ്യൂമൻ ലൈഫ് സിറ്റുവേഷൻ. അതായത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുക. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ വെളിപാട് എന്ന് പറയുന്ന കവിതയിൽ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരു ദിവസം സ്വന്തം ജനത ഗായകനിൽ ഗർജിക്കും, ലഹരി പിടിപ്പിക്കുന്ന ഈരടികൾ ഞങ്ങൾക്ക് വേണ്ട, തോറ്റം പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട, മാറ്റം പകരുന്ന വാക്കുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് എന്താണ് ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ മാറ്റം പകരുന്ന വാക്കുകൾ, കത്തുന്ന വാക്കുകൾ, ഹൃദയത്തെ കത്തിക്കുന്ന വാക്കുകൾ ഉണ്ടാകണം എന്ന് യേശു കർത്താവ് ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുകയാണ് ചെയ്യുന്നത്. വാൾട്ടർ ബെർഗ്മാൻ, ലാംഗ്വേജ് ഷേപ്സ് യുവർ ലൈഫ്. അതായത് കത്തുന്ന വാക്കുകൾ, നല്ല വർത്തമാനങ്ങൾ നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാണ്, നിന്റെ ജീവിതത്തെ വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ആത്മനൊമ്പരമുള്ള അക്ഷരക്കൂട്ടായി ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ സാധിക്കണം. പ്രിയപ്പെട്ട ശമ്മാശനെ ഓർപ്പിക്കുവാനുള്ളത്, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഇടയിൽ അപരിചിതനായി നടന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് പങ്കുവെച്ച ആ വചനം ഹൃദയത്തിൽ കത്തണം. ആ വചനം ദൈവജനത്തിന് പങ്കിട്ടു കൊടുക്കണം. അവരുടെ നൊമ്പരങ്ങൾക്ക് ഒരാശ്വാസമാണ് ഈ വചനം. അത് പങ്കിട്ടു കൊടുക്കുവാൻ കഴിയണം. അതാണ് ഒന്നാമത് ഞാൻ ഓർപ്പിക്കുന്നത്. രണ്ടാമത്തത്, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, അത്താഴം തിരുവത്താഴമാകണം. അത്താഴം തിരുവത്താഴം ആകണം. സപ്പർ ബിക്കെയിം ദി ലോർഡ്സ് ടേബിൾ. അത്താഴം തിരുവത്താഴമാകുന്നത് എങ്ങനെ ആകും? അവിടെ വായിക്കുന്നു, അപരിചിതൻ അവരോടൊപ്പം വീട്ടിൽ എത്തിച്ചേരുന്നു. അപരിചിതന് ഭക്ഷണം ഒരുക്കുന്ന ഭക്ഷണമേശ അപരിചിതൻ അവർക്ക് ആതിഥ്യം നൽകുന്ന ഒന്നായിട്ട് മാറുകയാണ്. ആ അപരിചിതൻ ഒരുക്കിയ അത്താഴം അത് കർത്താവിൻ്റെ തിരുമേശയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള അത്താഴമേശ അത് എന്തായിട്ട് മാറുന്നു? ദൈവത്തിൻ്റെ വിശുദ്ധമേശയായിട്ട് മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എ മിനിസ്ട്രി ഓഫ് ഹോസ്പിറ്റാലിറ്റി, എ ഹോസ്പിറ്റബിൾ സ്പേസ് ഇൻ വിച്ച് relationships can be developed and change can happen. road to Emmaus. ഈ എമ്മൗസിലേക്കുള്ള യാത്രയിൽ ഈ അപരിചിതൻ ഒരുക്കിയ അല്ലെ അപരിചിതൻ പങ്കിട്ട് നൽകിയ അത്താഴം അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന തിരുവത്താഴമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, അവർ തിരിച്ചറിയുന്നത്, ഈ അപരിചിതൻ മറ്റാരുമല്ലായിരുന്നു, തങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എന്ന് തിരിച്ച് അറിയുന്നത്. അതുകൊണ്ട് സഭ എവിടെയാണ് ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ, എ ചർച്ച് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ സ്പേസ്, ഹോസ്പിറ്റാലിറ്റി സ്പേസ്. അതായത് ആതിഥ്യം നൽകുന്ന ഇടത്താണ് സഭയുണ്ടാകുന്നത് എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അപരിചിതൻ പങ്കിട്ട് നൽകുന്ന ഭക്ഷണമേശ അവരുടെ കണ്ണ് തുറപ്പിക്കുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. യേശു ആതിഥേയനായി അപ്പം നുറുക്കിക്കൊടുത്തപ്പോൾ ഇതുവരെ അപരിചിതനായ വ്യക്തി തങ്ങൾക്ക് പരിചിതനായ ഉയർത്തെഴുന്നേറ്റ കർത്താവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവ്യക്തത മാറി വ്യക്തത കൈവരിക്കുന്ന ഇടമാണ് അപ്പം നുറുക്കലിൻ്റെ, അപ്പം ഭക്ഷിക്കുന്നതിൻ്റെ ഇടം എന്ന് പറയുന്നത്. യെരുശലേമിൻ്റെ അരക്ഷിതത്വത്തിൽ നിന്നും എമ്മൗസിൻ്റെ സുരക്ഷിതത്വം തേടിപ്പോയ ഈ ശിഷ്യന്മാർ
അവരെവിടെയാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ അരക്ഷിതത്വമുള്ള ഇടത്തു നിന്നും അവർ കണ്ടെത്തിയ സുരക്ഷിതത്വമുള്ള യെരുശലേമിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്, മടക്കയാത്ര ചെയ്യുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം നൽകിയതിനെ മുറിച്ച് നൽകുമ്പോൾ അപരിചിതർ പരിചിതരാകും, ഭയപ്പെടുന്ന ഇടത്തേക്ക് മടങ്ങിപ്പോകും. ഇതാണ് തിരുവത്താഴത്തിൻ്റെ ലോർഡ്സ് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിരാശ പ്രത്യാശയായി മാറും. പരാജയപ്പെട്ട ഇടത്തേക്ക് ഒരു മടക്കയാത്രയാണ് തിരിച്ചറിവിൻ്റെ ഈ അപ്പമേശ എന്ന് പറയുന്നത്. വചന വ്യാഖ്യാനവും കൂദാശയുടെ അനുഷ്ഠാനവും ജീവിതത്തിന് പുതിയ മാനം നൽകുന്നതാണ്. വഴിയിൽ തർക്കിച്ച് മുടന്തി നടന്നവർ, വാടിയ മുഖത്തോട് നിന്നവർ വിടർന്ന മുഖത്തോടെ ശുശ്രൂഷ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. വാടിയ മുഖത്തിൽ നിന്നും വിടർന്ന മുഖത്തിലേക്ക് ദൈവജനത്തെ ഒരുക്കുന്നവരാണ് കശീശന്മാർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വിടർന്ന മുഖത്തോട് ശുശ്രൂഷ നിർവഹിക്കുന്ന ആളുകൾ വാടിയ മുഖത്തിൽ നിന്നും വിടർന്ന മുഖത്തിലേക്ക് ദൈവജനത്തെ ഒരുക്കുന്ന ആളുകൾ ആകുന്നു. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാം നമുക്കുണ്ട്, പക്ഷേ വാടിയ മുഖവും അതുപോലെ തന്നെ സംഘർഷഭരിതമായ ജീവിതവും. അങ്ങനെയുള്ള ആളുകളെ വിടർന്ന മുഖത്തിലേക്ക്, യേശു കർത്താവിൻ്റെ പ്രത്യാശയുടെ തീരത്തേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. AK ജോർജ് അച്ഛനും അതുപോലെ തന്നെ ഹോസ്കോട്ട് മിഷനിലും അങ്കോല മിഷനിലും പ്രവർത്തിച്ച ചിന്നതുര അച്ഛൻ അപരിചിതരുടെ ഇടയിൽ അപ്പം വിതറിയ ആളുകളാണ്. അപരിചിതർക്ക് അപ്പം നുറുക്കിക്കൊടുത്ത ആളുകൾ. എന്നാൽ ഇന്ന് ആ മേഖലയിലൊക്കെ പരിചിതരായ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വചന വ്യാഖ്യാനവും ഈ അത്താഴം തിരുവത്താഴമായതും ആകുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ശമാശ, വെല്ലുവിളി നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഉള്ള കാളുന്നതും അനുതാപത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. പല പ്രതിസന്ധികൾ നേരിടുന്ന എമ്മൗസിൻ്റെ ഒളിവിടങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ഒരു വലിയ ജനസമൂഹം, ഭീതി, പരിഭ്രമം, ഒറ്റപ്പെടൽ, ആകുലത, അവ്യക്തതയുടെ നിഴൽ പരത്തുന്ന യാത്രകൾ ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. വ്യത്യസ്തമായ നിലവിളികൾ, ലഹരിയുടെ ഉപയോഗം, കുടുംബങ്ങൾ തകരുന്ന ഒരു കാഴ്ച, കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ഒരു കാഴ്ച, ഒറ്റപ്പെട്ട മാതാപിതാക്കൾ, ഇതൊക്കെ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ കാലോചിതമായ ദൈവവചന വ്യാഖ്യാനം, അത്താഴം തിരുവത്താഴമാക്കി മാറ്റുന്ന സ്നേഹം പങ്കിടുന്ന, മുറിച്ചു നൽകുന്ന ഒരു ശുശ്രൂഷ. അതിന് നമുക്ക് ആളുകളെ നേരിൽ കാണണം. ഇന്ന് നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം പാസനേജിൽ ലഭിക്കുന്ന ഒരു കാലമാണ്. വീടുകൾ വിസിറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ശുശ്രൂഷ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ദൈവജനത്തിൻ്റെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കി അവരുടെ അടുത്ത് ചെന്ന് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും അപരിചിതരായ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് പരിചിതമായ ക്രിസ്തു സാന്നിധ്യം ദൈവവചനത്തിലൂടെയും തിരുമേശയിലൂടെയും നൽകുവാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രിയപ്പെട്ട ശമ്മാശനെ ദൈവം സഹായിക്കട്ടെ, നമ്മെ എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.